ആര്യ കൊല്ലത്തുനിന്നാ വന്നേ അല്ലേ? എന്തായിരുന്നു ബുദ്ധിമുട്ട് ഇവിടെ വരുമ്പോ? ഹാഷിമോട്ടോ തൈറോയിഡ്സിന്റെ ഹാഷിമോട്ടോസ് ആണ്. എത്ര വർഷമായിട്ടുണ്ട്? 5 വർഷം കൊണ്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ആണോ? എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങള്? ബുദ്ധിമുട്ട് ശരീരം വേദന, ഉം. മടി, ഉം. പിന്നെ ദേഹം വീർക്കുന്നുണ്ടായിരുന്നോ? വീർക്കുന്നുണ്ടായിരുന്നു, വെയിറ്റ് കൂടുന്നുണ്ടായിരുന്നു, ഉം. പിന്നെ തലവേദന ഉണ്ടായിരുന്നു, ഉം. കാലുവേദന ഇടയ്ക്ക് ഇങ്ങനെ വന്നു, പിന്നെ കുളിക്കുമ്പം കൈയിന്റെയും കാലിന്റെയും ഒക്കെ സൂചി കുത്തുന്ന വേദന ഉണ്ടായിരുന്നു. ശരി. ഗ്യാസിന്റെ അസിഡിറ്റി ബുദ്ധിമുട്ടുകള്, നെഞ്ചിടിപ്പ്, കിതപ്പൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടായിരുന്നോ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, സ്ട്രെസ് ഭയങ്കരമായിരുന്നു. ഉറക്കക്കുറവ്, എപ്പോഴും ഇങ്ങനെ മരിച്ചാ മതി എന്നുള്ളൊരു ചിന്ത, അങ്ങനെ ഒരു അത് ശരി. ടെൻഷൻ കൂടിയിട്ട്. ഓക്കെ. പഠിച്ചോണ്ടിരിക്കുവല്ലേ? പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നോ? ഇല്ല, ഓർമ്മക്കുറവ് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കാൻ അങ്ങനെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു പഠിക്കാനായിട്ട്. അത് പ്രവൃത്തിയിലൂടെ വരുത്താൻ പറ്റുന്നില്ല. ജോലിയോ? ജോലിയൊന്നും ചെയ്യാനായിട്ട് ഒന്നും തോന്നത്തില്ല. എപ്പോഴും എവിടെയെങ്കിലും ഇരിക്കുക, കിടക്കുക, ഇതാണ്. 3 വയസ്സുണ്ട് മോക്ക്. അപ്പൊ കുഞ്ഞിനെ പോലും നല്ലോണം നോക്കാനൊന്നും പറ്റത്തൊന്നുമില്ലായിരുന്നു. അപ്പൊ അമ്മയായിരുന്നു കുഞ്ഞിന്റെ കാര്യങ്ങൾ കൂടുതലും നോക്കുന്നത്. വീട്ടുകാർക്ക് തന്നെ ഒരു ഇതായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇങ്ങനെ, അവർക്ക് അറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ അതിനൊക്കെ അപ്പൊ നമ്മുടെ ഈ 2.5 മാസത്തെ ട്രീറ്റ്മെന്റ്, ആദ്യത്തെ സ്റ്റേജ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ മാറ്റങ്ങളുണ്ടോ? ആദ്യം കുഞ്ഞിന്റെ കാര്യം തന്നെ, കുഞ്ഞിന്റെ കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ശരീരവേദനയൊക്കെ മാറി. പിന്നെ ഉറക്കക്കുറവ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഉറക്കമൊക്കെ നോർമലായി. പിന്നെ മടിയൊക്കെ മാറി. ഇപ്പൊ ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓർമ്മയൊക്കെ ഉണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓർമ്മക്കുറവിന്റെ മാറി. ഇപ്പൊ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? കുഞ്ഞിനും സന്തോഷമായോ? അമ്മയ്ക്കും സന്തോഷമായി കാണും അല്ലേ? ഓക്കെ. അപ്പൊ അന്നുണ്ടായിരുന്ന ശാരീരികമായ അസ്വസ്ഥതകളും മാനസികമായ ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ മാറി. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, അലർജിയുടെ ഡസ്റ്റ് അലർജിയും തുമ്മലും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഈസ്നോഫിലിക് കൗണ്ട് ഒക്കെ നമുക്ക് കൂടുതലായിരുന്നു. എത്രയായിരുന്നു? 672 വരുമ്പോ. ഇപ്പൊ ഈസ്നോഫിലിക് കൗണ്ട് എത്രയാ? 180 നോർമലായി. ഇപ്പൊ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ? നല്ല ചൂടും പൊടിയൊക്കെ ആയിരുന്നു, ഇപ്പോഴാണ് മഴ പെയ്യുന്നു. ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഇപ്പൊ നമ്മളെ ബാധിക്കുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അതൊക്കെ മാറി. പലപ്പോഴും ഈ പ്രശ്നങ്ങള് ഇതിന്റെ ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതും വലിയൊരു കാര്യമല്ലേ? അല്ലെ? നമുക്കൊരു ഉള്ളിലൊരു ഭയമല്ലേ, എന്താ എന്നിന് സംഭവിക്കുക, എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവുന്നത്, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. അച്ഛൻ എപ്പോഴും പറയായിരുന്നു, എന്താ പറ്റിയേ, ഇങ്ങനെ നല്ലായിരുന്നല്ല, എപ്പോഴും ഇപ്പൊ ചാടി കടിക്കുന്ന പോലെ ആണല്ല എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ. ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പം അങ്ങനൊന്നും ഇല്ല. സന്തോഷായി. എനിക്ക് നന്ദിയുണ്ട് ഡോക്ടറിനോട്. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റി.